ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1.5 കിലോ ബീഫ് വാങ്ങിച്ചു. അത് നല്ല കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേവിക്കണമല്ലോ ബീഫ്, അതിനുവേണ്ടി. വേവിക്കുന്നതിന് മുമ്പേ മസാലകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മല്ലി, അങ്ങനെ തന്നെ പച്ച മല്ലി തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ്. നാടൻ രീതിയിലായതുകൊണ്ട് ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള, ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റും മണം കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പാക്കറ്റ് വാങ്ങിച്ച് എന്താ പറയുക, മല്ലിപ്പൊടി മുളക് പൊടി ഇടുന്നതിനേക്കാളും ഇതാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് കിട്ടുന്ന പൊടികളും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ് പൗഡർ, ഇത് ക്ലോവ്സ്, സിനമൺ, കാർഡമം, ഇത് 3ഉം വറുത്ത് പൊടിച്ചതാണ്. സ്പൈസസ് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗരം മസാല യൂസ് ചെയ്താലും മതി അതിന് പകരം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബീഫ് ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. നിങ്ങൾക്ക് ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഇനി ബീഫിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു വയ്ക്കാം. ഞാനിവിടെ നമ്മുടെ ബീഫിന് വേണ്ടി 4 വലിയ സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചേക്കാണ്. എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞെരടി വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് സോട്ടായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കാർഡമം, നമ്മുടെ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ബേ ലീഫ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ സിനമൺ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നൈസ് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകവും. ഇത്രയും നമുക്കൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് സോട്ടായി കിട്ടുകയും ചെയ്യും. ഉള്ളി നല്ല ട്രാൻസ്പാരൻ്റ് ആവുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് സോട്ടായി വരുന്നവരെ, അതായത് അതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 വിസിൽ വരുന്നത് വരെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തു, മാറ്റി വെച്ചേക്കായിരുന്നു. ഇനി ഒരേ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താൽ നമ്മുടെ ബീഫ് കറി റെഡിയായി. നമ്മുടെ ഈ കുക്കായ ബീഫിലോട്ട് സോട്ടായ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഞാൻ സോട്ടായ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തു ബീഫിലോട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.